بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. അർഹമുറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് ഖബറിൽ വസിക്കുന്നവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹദായ ഫദ്ല് നമ്മൾ ഓതിക്കേട്ടത് സൂറത്തുൽ ഹുമസ. ഹുമസ എന്ന് പറഞ്ഞാൽ കുത്തുവാക്ക് പറയുക എന്നാണ് അതിനർത്ഥം. ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുമാർ കുത്തുവാക്ക് പറയുക. ഈ സൂറത്തിൻ്റെ പേര് തന്നെ അതാണ്. ഈ സൂറത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് അവതരിച്ചത്, അതല്ല ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ചാണ് അവതരിച്ചത് എന്ന് രണ്ടഭിപ്രായമുണ്ട്. അഖ്നസ് ബിൻ ഷരീഖ് എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിൻ്റെ ശത്രുവായ, പ്രവാചകന്റെ ശത്രുവായ ആളിൻ്റെ വിഷയത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് പറയപ്പെടുന്നു. അതല്ല ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ, വലീദ് ബിൻ മുഗീറയുടെ, ആസിം ബിൻ വാഹിദിൻ്റെ, ജമീൽ ബിൻ അംറിൻ്റെ, ജമീൽ ബിൻ മഅ്മറിൻ്റെ, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഠിന ശത്രുക്കളായിരുന്നു. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും പരിഹസിക്കുകയും അവഹേളിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളാണ് ഈ പറയപ്പെട്ട ആളുകളൊക്കെ. അപ്പൊ അവരുടെയൊക്കെ വിഷയത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും കുത്തുവാക്ക് പറഞ്ഞ് ആളുകളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നത് വലിയ പാതകമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്ത് കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഒരു പാപം കടന്നു വരാതെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. നഊദു ബില്ലാഹി, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഹുമസയും ലുമസയും അഥവാ ശർറു ഇബാദില്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും മോശപ്പെട്ടവർ. നമ്മളൊക്കെ മോശപ്പെട്ടവർ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുന്നിൽ ഒരു ചിത്രമുണ്ട്. ഇപ്പോൾ വ്യഭിചരിക്കുന്നവർ ഒരു മോശപ്പെട്ടവരാണ്, പലിശ വാങ്ങിക്കുന്നത് മോശപ്പെട്ടവരാണ്, കൊല ചെയ്യുന്ന കൊലയാളികൾ മോശപ്പെട്ടവരാണ്, കള്ളുകുടിക്കുന്നവർ മോശപ്പെട്ടവരാണ്, ലഹരി ഉപയോഗിക്കുന്നവർ മോശപ്പെട്ടവരാണ്. ഇങ്ങനെ ചില കാര്യങ്ങളെ നമ്മളിങ്ങനെ മോശപ്പെട്ടവർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഉപയോഗിച്ച പദം ശർറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരാണ്? ഈ പറയപ്പെട്ട കൂട്ടരൊക്കെ ഉണ്ട്.
പക്ഷെ ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ മശാഊന ബിന്നമീമ, നമീമത്ത് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടയിൽ നടക്കുന്നയാളാണ്. മശാഊന, നടന്നു പോകുന്നവരാണ് ആളുകളുടെ. എങ്ങനെ? അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, രണ്ട് സ്നേഹിതരുടെ ഇടയിൽ ഫിർഖത്തുണ്ടാക്കി തീർക്കുക, അഥവാ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുക. രണ്ട് സ്നേഹിതന്മാരെ അകറ്റുക, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ തമ്മിൽ അകറ്റുക, രണ്ട് കുടുംബങ്ങളെ തമ്മിൽ അകറ്റുക, രണ്ട് അയൽപക്കക്കാരെ തമ്മിൽ രണ്ട് ധ്രുവത്തിലാക്കി കളയുക. ഇങ്ങനെ ഏശലി പറഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് ആളുകളുടെ ഇടയിൽ വലിയ മാന്യനായിരിക്കും. അങ്ങനെ നടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശർറുൽ ഇബാദ്, ഏറ്റവും അല്ലാഹുവിന്റെ അടിമകളിൽ ശർറായവനാണ്, മോശപ്പെട്ടവനാണ് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് പറഞ്ഞത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഹുമസയെ വിശദീകരിച്ചു കൊണ്ടിട്ട് പറയുന്നു, ഹുമസ എന്ന് പറഞ്ഞാൽ അൽ മശാഊന ബിൻ നമീമ, നമീമത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന്റെ വിശദീകരണം പറഞ്ഞു. ഏതായിരുന്നാലും ഒരു നല്ല പരിപാടിയല്ല. അള്ളാഹുവിന്റെ റസൂലും വെറുത്തതാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കഠിനമായ താക്കീതാണ് ഈ ആയത്തുകളിലൂടെ നൽകുന്നത്. കേട്ടുകൊള്ളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ, തീർച്ചയായും അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. പ്രാർത്ഥനാ രൂപത്തിലാണ് ഈ ആയത്തെന്നാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപം അവർക്കാണ്. ആർക്ക്? ഹുമസ, കുത്തുവാക്ക് പറയുന്നവർ. രണ്ടാമത്തതോ ലുമസ, അവഹേളിക്കുന്നവർ. നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് ആളുകളെ പുച്ഛിക്കുന്നത്, ആളുകളെ അവഹേളിക്കുന്നത്, തരം താഴ്ത്തുന്നത്, അവരുടെ മനസ്സിനെ മാനസികമായി നൊമ്പരപ്പെടുത്തുന്നത്, എല്ലാവചനങ്ങൾ പറയുന്നത്, ഊഹാഭോഗങ്ങൾ പ്രചരിപ്പിക്കുന്നത്, എന്തെല്ലാമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പോലുള്ള സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ അതേ ഉള്ളൂ, അതേ കാണാനുള്ളൂ. സുബ്ഹാനല്ലാഹ്, വീട്ടിന്റെ ഉള്ളിൽ, ഇരുട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. മനുഷ്യൻ വിചാരിക്കുന്നില്ല ഇത്ര വലിയ നാശം അവനെ കാത്തിരിക്കുന്നുണ്ട് എന്ന്, ഇത്ര വലിയ അപകടമാണ് അവന്റെ പിന്നിലുള്ളത് എന്ന്. അള്ളാഹുവിന്റെ പിടുത്തം എത്രത്തോളമാണ് കേട്ടു നോക്കൂ. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അഖ്ലസ് ബിൻ ശരീഖ് എന്ന് പറയപ്പെടുന്ന ആളിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന്. പ്രിയമുള്ളവരെ, ആ മനുഷ്യനാകട്ടെ അയാളുടെ സമ്പത്തുക്കളെ, അയാളുടെ സ്വത്തുക്കളെ, സമ്പത്തുക്കളെ അയാള് എല്ലാ ദിവസവും ഒരുമിച്ച് കൂട്ടി വെക്കുകയും എന്നിട്ട് അതിനെ എണ്ണിക്കണക്കാക്കുകയും ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം ഒരുമിച്ച് കൂട്ടും, ശേഖരിക്കും. എന്നിട്ട് വൈകുന്നേരം രാത്രിയാകുമ്പോൾ ഇരുന്ന് എണ്ണാൻ തുടങ്ങും. എത്രയുണ്ട് പറഞ്ഞ് എണ്ണാൻ തുടങ്ങും. അങ്ങനെ എണ്ണിക്കൂട്ടി ക്ലിഷ്ടപ്പെടുത്തി ഇങ്ങനെ വെക്കും. എന്നിട്ടോ എന്നിട്ട് അവൻ സ്വയം വിചാരിക്കും, ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് മരണത്തിനെ മറികടക്കാൻ കഴിയും, എനിക്ക് ഒരിക്കലും മരണമുണ്ടാവില്ല, ഞാൻ എന്നും ഇവിടെ ശാശ്വതമായി കഴിഞ്ഞുകൂടും, ഈ സമ്പത്ത് കൊണ്ട് ആ മരണത്തെ എനിക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട്, എന്ന് ഭാവിച്ചുകൊണ്ട് അവരങ്ങനെ കഴിഞ്ഞുകൂടും. എന്നാൽ കല്ല, അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. ലയുംബദന്ന ഫിൽ ഹുതമ, ഒരു സംശയവും വേണ്ട, അവനെ ഹുതമയിൽ എറിയപ്പെടും, ഹുതമയിൽ അവനെ എറിയപ്പെടും. വമാ അദ്റാക മൽ ഹുതമ, ഓ നബിയേ, ഹുതമ എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയുമോ? അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഹുതമയിൽ എറിയപ്പെടും. ആളുകളുടെ പിന്നാലെ നടന്ന് കുത്തുവാക്കുകൾ പറഞ്ഞ് അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തി അവനെ മാനസികമായി പീഡിപ്പിച്ച്
അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി അതിൽ സുഖവും ആനന്ദവും കണ്ടുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർ, അവരിനി സമ്പത്തുക്കളെ പെരുപ്പിച്ച് ഒരുമിച്ച് കൂട്ടി വെച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചാലും നടക്കുകയില്ല. അവരെ ഹുത്തമയിൽ എറിയപ്പെടും. എന്താണ് ഹുത്തമ? അത് അല്ലാഹു കത്തിപ്പടരുന്ന നരകത്തീയാണ്. അല്ലാഹു കത്തിപ്പടരുന്ന തീയാണ്. നാറുല്ലാഹിൽ മൂഖദ, നരകമാണ്. അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ, അല്ലാഹു പറയുകയാണ് ആ തീ കത്തിപ്പടരുന്നത് അവന്റെ ഹൃദയത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്, ശരീരത്തേക്കല്ല. കാരണം എന്താണ്? അവൻ നൊമ്പരപ്പെടുത്തിയത് ഒരു മനസ്സിനെയാണ്. അവൻ കുത്തി നോവിച്ചത് ഒരു മനസ്സിനെയാണ്. അവൻ കുത്തി നോവിച്ചത് ഒരു ഹൃദയത്തെയാണ്. വേദനിപ്പിച്ചത്, പ്രയാസപ്പെടുത്തിയത് ഒരു മനസ്സിനെയാണ്. അതുകൊണ്ട് ആ തീയുടെ തീ കത്തിക്കയറുന്നത് അവന്റെ ഹൃദയത്തിലേക്കാണ് കത്തിപ്പടരുന്നത്. ഇന്നഹാ അലൈഹിം മുഅ്സദാ, അത് അവരുടെ മേൽ മൂടിയിരിക്കും. ഒരു ഭാഗം പോലും വിട്ടുപോകുകയില്ല. മുഴുവൻ അവന്റെ ദേഹം മുഴുവനും അവനെ മൂടിയിരിക്കും, വലയം ചെയ്തിരിക്കും. ഫീ അമലിൻ മുമദ്ദദാ, അവനാകട്ടെ നാട്ടി നിർത്തപ്പെട്ട ഒരു സ്തംഭത്തിൽ അവനെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഒരു തൂണിൽ, സ്തംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു തൂണിൽ അവനെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും. എന്നിട്ട് നരകത്തിൽ ആളിൽ കത്തിക്കപ്പെടുന്ന തീ, അത് കത്തിക്കരിക്കുന്ന തീ, ആ തീയിൽ അവനെ എരിക്കപ്പെടും. ആ തീ ചെന്ന് പടരുന്നത് അവന്റെ ഹൃദയത്തിലേക്കാണ്. നോക്കൂ നിങ്ങൾ, എത്ര വലിയ കഠിനമായ ശിക്ഷയാണ്. നരകത്തിൽ ആ വിഭാഗത്തിനെ അല്ലാഹു മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ശിക്ഷയാണ്. സൂക്ഷിച്ചോളെ, അറിഞ്ഞോ അറിയാതെ. എന്തിനു പറയണമെന്ന് നമ്മളിൽ ഞാൻ തുറന്നു പറയുക, നമ്മളിൽ ആരാണ് എല്ലാം തികഞ്ഞ യോഗ്യരാരാവുള്ളത്? പിന്നെ നമുക്ക് എന്ത് അധികാരമാണ്, എന്ത് അവകാശമാണ് മറ്റുള്ളവന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നത്, ഒരാളെ വേദനിപ്പിക്കുന്നത്? അതിൽ ചില ആളുകൾക്ക് ചില സുഖമാണ്. ചിലർക്ക് നല്ല കുഴിമന്തി കഴിക്കുന്ന ഒരു സുഖമാണ്. ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് സുഖമാണ്. ഇതേപോലെയാണ് ചില മനുഷ്യന്മാർക്ക് ചില ആളുകളെ പറ്റി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ഉറക്കം വരില്ല. എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. നേരം രാവിലെ ഇറങ്ങുക, നേരം രാവിലെ കോട്ടും സൂട്ടും നല്ലപോലെ ഉടുപ്പും ഒക്കെ ധരിച്ച് നേരം രാവിലെ ഇറങ്ങുക. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 10-15 ആളുകളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി വേദനപ്പെടുത്തി, ഒന്നുകിൽ ഫേസ്ബുക്കിലൂടെ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെ, അല്ലെങ്കിൽ നേരിട്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എഴുത്തിലൂടെ, പ്രസംഗത്തിലൂടെ, അല്ലെങ്കിൽ പറച്ചിലൂടെ ഒക്കെ നടത്തിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുക. അൽഹംദുലില്ലാഹ്, എന്തൊരു സുഖം, എത്ര അവമാനമാണ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് കാത്തിരിക്കുന്ന ശിക്ഷയാണ് ഈ ശിക്ഷ. ഹൃദയത്തെ കത്തിക്കരിച്ചു കളയുന്ന ഹുത്തമയിലേക്ക് അവനെ നാളെ എറിയപ്പെടും. അവന്റെ സമ്പത്തോ അവന്റെ അധികാരങ്ങളോ അവന്റെ സ്വാധീനങ്ങളോ ഒന്നും റബ്ബിന്റെ മുന്നിൽ വിലപ്പോവുകയില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂക്ഷിക്കണേ മുഅ്മിനീങ്ങളെ, സൂക്ഷിക്കണേ.